എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഗീതു പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം രാധികാമ്മ വരുണും അറിയാണ്. വരുണിന്റെ കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വരുൺ ഒരു നിമിഷം ഞെട്ടിത്തളിച്ച് അതേലേക്ക് തന്നെ നോക്കുവാണ്. പെട്ടെന്ന് ഗീതുവിന്റെ പറച്ചിലും കൂടെ ആരുടെയും പുറത്തു പറഞ്ഞിട്ട് കൊന്നു കളയുന്നുള്ള ഇത് കേട്ടപ്പം രാധികാമ്മയ്ക്ക് ഒരു സംശയം. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇത് ഗോവിന്ദന്റെ ആയിരിക്കില്ല, അതുകൊണ്ടാണല്ലോ ഇത് പുറത്ത് പറയലെന്ന് ഇവള് പറയുന്നേ. അങ്ങനെയാണ് ഇത് ഗോവിന്ദനോട് പറഞ്ഞിട്ട് തന്നെ കാര്യം. പിന്നീട് വരുണോട് പറഞ്ഞു, എടാ വരണേ ഇങ്ങോട്ട് വരാൻ പറയണം. പെട്ടെന്ന് ഗീത് പറഞ്ഞു, ആ റിപ്പോർട്ട് ഇങ്ങ് തരാൻ പറയണം. ഈ റിപ്പോർട്ട് തരണമില്ലേ നിന്റെ കയ്യിലേക്ക്? ഒരു കാരണവശാലും തരാൻ പോകുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറയണം. പിന്നീട് വരുണിനെയും കൂട്ടിക്കൊണ്ട് രാധികാമ്മ അങ്ങോട്ട് ആ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. എടാ വരണേ, അവളുടെ വയറ്റി വളരുന്ന ഗോവിന്ദന്റെ കുഞ്ഞല്ല, അതാണ് ഈ വീട്ടിൽ ആരോടും പറയലെന്ന് അവള് പറഞ്ഞിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ കാഞ്ചന എന്താണ് തപ്പിക്കൊണ്ട് കണ്ടുപിടിച്ച നമ്മളെ കൊണ്ട് തന്നെ ഈ തെളിവ് തന്നു. ഇവള് ഇത്രയും ദിവസം മറച്ചു വെച്ചോണ്ടിരിക്കുവായിരുന്നു നീ കാര്യം. ഇത് കേട്ടതും വരും പറഞ്ഞു, അത് ശരിയാമേ, എനിക്കും ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് കൈയോടെ ഗോവിന്ദനോട് ഈ കാര്യം പറയാം. ഇതോടുകൂടി ഗോവിന്ദൻ ഇവിടെ പുറത്തായിക്കോളെന്ന് പറയാം. രാധിക പറഞ്ഞു, അത് ശരിയാ. അങ്ങനെയാണ് ഇന്നത്തോടു കൂടി അവളുടെ പൊറുതി ഇവിടുത്തെ തീരും. അല്ലെങ്കിൽ തന്നെ ചേതൻ ഗ്രൂപ്പിന് അവളാണ് പ്രൊജക്ട് ഒറ്റിക്കൊടുത്തതെന്നുള്ളൊരു സൂചന നിലനിൽക്കുന്ന സമയത്താണ് ഈ കാര്യം. അപ്പൊ ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യം നടക്കുമെന്ന് പറയണം. അപ്പം ഗീതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദ്യം കണ്ണേട്ടനോട് തനിക്ക് പറയണമെന്നൊരു ചിന്തയായിരുന്നു. എല്ലാം കുളവായി പോയി, ഇനി എന്ത് ചെയ്യണം? കാഞ്ചനയുടെ നേർക്ക് ഗീത് ചെല്ലുവാണ്. ചെന്നിട്ട് കാഞ്ചനെ, നിനക്ക് എന്തിന്റെ കേടായിരുന്നു ചോദിക്കുകയാണ്. പെട്ടെന്ന് കാഞ്ചന പറഞ്ഞു, ഗീതു പാപ്പ ഞാൻ ഒരക്ഷരം മിണ്ടിയാക്കല്ലേ. മിണ്ടിട്ടുണ്ട് എന്നെ കർണം അടിച്ചു പോയിക്കും. നിന്നോട് ആരാ പറഞ്ഞ മുറി പോയി ഇതൊക്കെ എടുക്കാനെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഗീതു പാപ്പ ഞാൻ മുറിയിൽ ചെന്ന് അലമാരി തുറന്നു. ഇതേ പെട്ടെന്ന് രേഖ വന്നിട്ട് ചോദിച്ചു, എന്താ ഗീതു, എന്താ പ്രശ്നം, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. ഒന്നുമില്ല, പ്രിയയ്ക്കും വല്ലാത്ത ടെൻഷനായി. എന്ത് പേപ്പറാ, ഇനി എന്ത് തെളിവാ കൊണ്ടുപോയിരിക്കുന്നേ? അതൊന്നും പേടിക്കാനുള്ള കാര്യമല്ലെന്ന് പറയാണ്. സന്തോഷമുള്ളൊരു കാര്യമാ. സന്തോഷമുള്ളതോ ഇങ്ങനെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കില്ലേ? കാര്യം എന്താന്ന് പറ. കാര്യം എന്താന്ന് പറയാം. ആദ്യം അത് അവിടെ ഇരിക്കട്ടെ, ഒരു സർപ്രൈസ് ആന്ന് പറയണം. പക്ഷേങ്കില് രേഖയ്ക്കും പ്രിയയ്ക്കും എത്ര ആലോചിച്ചിട്ടും കാര്യം എന്താന്ന് കിട്ടുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയം ഗോവിന്ദ് പുറത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ ചെയ്തിട്ട് അങ്ങോട്ട് കയറി വരുമ്പത്തേനും അയ്യപ്പെട്ട വന്നിട്ട്, എന്താ കുഞ്ഞ, എന്താ പ്രശ്നം, എന്തേലും കുഴപ്പമുണ്ടോന്ന് നിൽക്കും. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, ഇനി ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവാനും നിൽക്കും. എന്താ കുഞ്ഞെ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. പ്രോജക്റ്റ് കൈവിട്ട് പോയ കാര്യങ്ങളൊക്കെ. ഗീത കുഞ്ഞ് ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇതിന്റെ പിന്നില് മിക്കവാറും ആ രാധികാമ്മ വരണമായിരിക്കും. കുഞ്ഞൊന്ന് സൂക്ഷിച്ചോ, അവരായിരിക്കും മിക്കവാറും ഇതിന്റെ പിന്നില്. അല്ലാതെ ഗീത കുഞ്ഞ് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതിന്റെ കാര്യമില്ലെന്ന് പറയാണ്. മിക്കവാറും അതെ, അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് രാധികാമ്മ വരണം ചെയ്ത പരിപാടിയായിരിക്കും. അത് മാത്രല്ല, അവർക്കല്ലേ പൈസക്ക് ഇപ്പൊ ആവശ്യം. മിക്കവാറും ഇതിന്റെ പേരിൽ കുറച്ച് പൈസ അവിടെ പിടുങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഗോവിന്ദനും തോന്നി മിക്കവാറും അതായിരിക്കും കാര്യം. ഗോവിന്ദൻ പറഞ്ഞു, സാരമില്ല അയ്യപ്പേട്ട, എത്രയാന്ന് പറഞ്ഞാൽ അധികം വൈകാതെ തന്നെ നമ്മൾ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമെന്ന് പറയാം. പിടിക്കണം കുഞ്ഞ്, ഒരു കാരണവശാലും വെറുതെ വിടല്ല. ഇനി ഇങ്ങനെ കള്ളക്കളിക്കൊന്നും കുഞ്ഞു കൂട്ടു നിൽക്കരുതെന്ന് പറയാം. ഇനിയെങ്കിലും സത്യവേദ കള്ളവേദം തിരിച്ചറിയണം, ചതി എല്ലാവരുടെയും തിരിച്ചറിയണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അയ്യപ്പനും ഗോവിന്ദനും കൂടെ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാധികാമ്മ ആ റിപ്പോർട്ടും പൊക്കി പിടിച്ചുകൊണ്ട് ഓടി വരുന്നേ. വന്നിട്ട് പറഞ്ഞു, അതെ ഗീത നമ്മളെല്ലാരും ചതിച്ചെന്ന് പറയാണ്. ചതിച്ചോ? എങ്ങനെ? ഞങ്ങളെക്കാൾ ഉപരി നിന്നെ ചതിച്ചോ അവിടെന്ന് പറയാണ്. എന്നെ ചതിച്ചോ? എന്തൊക്കെ രാധികാമ്മ പറയണേ? ആ ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള ആ പ്രശ്നത്തിന്റെ കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ശരിക്കും ഒന്ന് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് മതി അവളെ കുറ്റക്കാരിയാക്കാനായിട്ട്. അല്ലാതെ ആരും അവളുടെ മേലെ കുറ്റം ചാർത്തണമെന്ന് പറയാണ്. ഇത് കേട്ടോ വരും പറഞ്ഞു, ഗോവിന്ദേട്ടന്റെ എന്താ ആലോചിച്ചിട്ട് എങ്ങനെയൊക്കെ പറയണേ? ഇത് അതൊന്നും അല്ല കാര്യം എന്ന് പറയാണ്. പിന്നെന്താ കാര്യം? രാധികാമ്മ പറഞ്ഞു, അവള് ഗർഭിണിയാന്ന് പറയാണ്. ഗർഭിണിയോ? രാധികാമ്മ എന്താ പറയണേ? അതെ കണ്ണ, വ്യക്തമായ തെളിവുണ്ട്, ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ റിപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുവാണ്. ഗോവിന്ദ റിപ്പോർട്ട് മേടിച്ചു നോക്കി. ഒരു നിമിഷം ഗോവിന്ദന്റെ കണ്ണ് നിറഞ്ഞു വന്നു. ഗോവിന്ദന്റെ സന്തോഷം അടക്കാൻ പറ്റില്ല. സത്യമാണോ ഇത്? അതെ, ഇപ്പോഴാണ് ഇത് കിട്ടിയത്. കാഞ്ചനെ മുറിയിന്ന് കൊണ്ടുവന്നേ. അവള് ആരോടും പറയില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക. ഇന്നത്തോടുകൂടി അവളുടെ കളി പഠിച്ച് താക്കണം കുഞ്ഞെ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും ഗോവിന്ദ് സന്തോഷം അടക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ഗോവിന്ദ് നേരെ അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് ചെല്ലുമ്പത്തേനും ഗീതു ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ ഗീതു നിൽക്കുന്നുണ്ടായിരുന്നു. ഗീതുവിന്റെ അടുത്തേക്ക് ഗോവിന്ദ് എന്നിട്ട് ഗീതുവിനെ കോരി എടുക്കുവാണ് ഗോവിന്ദ്. ഒരു നിമിഷം ഗീതു ഇങ്ങനെ നോക്കി. പെട്ടെന്ന് ഗോവിന്ദ്, സത്യമാണ് ഞാൻ അറിഞ്ഞ ഈ റിപ്പോർട്ടിലുള്ള കാര്യമാണോ? ഗർഭിണിയാണോ എന്ന് ചോദിക്കുക. ഞാനൊരു അച്ഛനാവാൻ പോണെന്ന് നിൽക്കും. അതേന്ന് പറയാണ്. ഇതിൽ പരം ഒരു സന്തോഷം ഗോവിന്ദന് കിട്ടാനില്ലായിരുന്നു. ഗോവിന്ദ് ഗീതനെ എടുത്ത് വട്ടം കറക്കുവാണ്. ഗീതന് മുഖത്തൊരു നാണമൊക്കെ വന്നു. അപ്പോഴേക്കും രാധികാമ്മ വരണം, അവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. പ്രിയ രേഖയൊക്കെ വന്നു. രേഖ വന്നിട്ട് ചോദിച്ചു, എന്താ ഗീതു, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികാമ്മ പറഞ്ഞു, എന്ത് കാര്യം? ഇത് കൂടുതൽ എന്താ അറിയാതിരിക്കുന്നേ? അവള് ഗർഭിണിയാലും പോലും. ഇത് കേട്ടും രേഖയും പ്രിയ ഒന്ന്
പരസ്പരം നോക്കുവാണ്. അവരുടെ മുഖത്തും ഭയങ്കര സന്തോഷം അടിയിച്ചു. ആഹാ, കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വരുവാണ്. പെട്ടെന്ന് രാധികാമ്മ വെച്ചു, എന്തിനാ കൺഗ്രാറ്റ്സ് പറയണേ? ഗോവിന്ദന് കൺഗ്രാറ്റ്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിന് അവന്റെ കുഞ്ഞല്ലല്ലോ അവളുടെ വയറ്റ് വളരുന്നേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദൻ രാധികാമ്മയുടെ മുന്നിൽ ചെന്നിട്ടുണ്ട്. എന്തേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണ. കണ്ണ, നീ എന്തൊക്കെയാ പറയണേ? അവൾ എവിടെയോ പോയി കുഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ നീ ആ ഗർഭം ചുമക്കാണ്ട് പോവാണെന്ന് ചോദിക്കുക. ഇത് കേട്ടൻ ഗോവിന്ദ് പറഞ്ഞു, അതെ, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. ഞാനാണ് അതിന് ഉത്തരവാദി. ഞാനൊരു അച്ഛനാകാൻ പോവാന്ന് പറയണ. ഇത് കേട്ട സ്ഥലകാലം ബോധം നഷ്ടപ്പെട്ടവനെ പോലെ ആയി വരണം രാധികാമ്മേ. ഇത്രയും കാലം എന്താണോ പേടിച്ചിരുന്നത് ആ കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. പെട്ടെന്ന് രാധിക പറഞ്ഞു, വെറുതെ കള്ളത്തരം പറയരുത് ഗോവിന്ദേ, എനിക്കറിയാം നീ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാന്ന്. ഞാൻ എന്തിനാ രാധികാമ്മ കള്ളത്തരം പറയണേ? കള്ളത്തരം പറഞ്ഞൊന്നുമല്ല, എന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റി വളരുന്നതെന്ന് പറയാം. വരുൺ തർക്കിച്ചു കഴിഞ്ഞപ്പോ തന്നെ രേഖ പറഞ്ഞു, അല്ല വരുണേട്ടൻ എന്തിനാ തർക്കിക്കുന്നേ? കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായി, ഭർത്താവ് കൂടെ ഉണ്ടല്ലോ, പിന്നെ ഭാര്യ ഗർഭിണിയൊക്കെ കഴിയുമ്പോ എന്തിനാ സംശയിക്കുന്നേ? സന്തോഷമായ കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രേഖ ചെന്നിട്ട് ഗീതുവിനെ കെട്ടിപ്പിടിക്കണം. എന്നാലും ഞങ്ങളിതൊന്ന് മറച്ചു വെച്ചല്ലോ എന്ന് പറയണം. പെട്ടെന്ന് ഗീതു പറഞ്ഞു, ഇതൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു പറയണം. അപ്പത്തിന് അയ്യപ്പേട്ടൻ പറഞ്ഞു, എന്റെ പ്രാർത്ഥന ഗണപതി കുഞ്ഞ് കേട്ടു, എത്രയോ കാലത്തെ പ്രാർത്ഥനയായിരുന്നു പറയണം. കാഞ്ചന പറഞ്ഞു, ഇതായിരുന്നോ കാര്യം? ഞാൻ കരുതി വേറെന്തോ വലിയ തെളിവായിരുന്നെന്ന്. ആഹാ, ഇതപ്പോ ഒളിപ്പിച്ചു വെച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ? കാഞ്ചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാഞ്ചന വിചാരിച്ചോണ്ടിരുന്നേ ഗീതുവിനെതിരെയുള്ള എന്തോ തെളിവാ, അത് രാധികാമ്മയുടെ കൊടുക്കുവാണെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും തടയുമെന്ന് ഓർത്ത് ചെന്നാ. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യം എന്നുള്ള കാര്യം കാഞ്ചനയ്ക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അല്ല കാഞ്ചനയ്ക്ക് എങ്ങനെ ഇത് കിട്ടിയെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീത പറഞ്ഞു, അത് പിന്നെ ഞാൻ മുറിയിൽ വെച്ചിരുന്നാന്ന് പറയാണ്. ഗോവിന്ദാണ് ഞാൻ സർപ്രൈസ് തരാൻ വേണ്ടി വെച്ചിരുന്നാന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, എന്താണ് ഈ സന്തോഷ നിമിഷം നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കുക. പെട്ടെന്ന് രാധികാൻ പറഞ്ഞു, കണ്ണാ നീ ഒന്നും വിശ്വസിക്കല്ല, ഇവള് പഠിച്ച കളിയാണെന്ന് പറയാ. അത് മാത്രമല്ല, ചേത ഗ്രൂപ്പിന് ഈ ഏജിയൻ ഗ്രൂപ്പിനെ ഒറ്റ കൊടുത്തവൾ ഇവള അതിന് വേണ്ടിയിട്ട് പല അടവുകളും നടത്തും. മിക്കവാറും അതിലൊരു അടവായിരിക്കും ഇതൊന്നും നീ വിശ്വസിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ടാൻ ഗോവിന്ദ് പറഞ്ഞു, അതെ എനിക്ക് ഗീതുവിനെ വിശ്വാസമാന്ന് പറയാം. അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അവൾക്ക് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. പെട്ടെന്ന് വരും പറഞ്ഞു, മിക്കവാറും ഈ ചതിയൊക്കെ നടത്തിയിട്ട് അവൾ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ചു കൂട്ടി വെച്ചേക്കുന്ന ഒരു പരിപാടിയായിരിക്കും എന്ന് പറയാം. ഗീതു പറഞ്ഞു, അതിന് എന്റെ പേര് വരുണെന്നല്ലല്ലോ, എന്റെ പേര് ഗീതു എന്നല്ലേന്ന് ചോദിക്കുക. ഇനി നിങ്ങളൊരു അക്ഷരം പോലും മിണ്ടിയാക്കരുത്, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ്. പ്രിയയ്ക്ക് എന്തെന്നില്ല സന്തോഷം. പ്രിയ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണം എന്നുള്ള കാര്യം. പിന്നീട് രേഖ പറഞ്ഞു, അതെ നമുക്കൊന്നും ആഘോഷിക്കണ്ടേ, കാഞ്ചന വന്നേ അടുക്കളയിലേക്ക് വന്ന് നമുക്ക് പായസം ഉണ്ടാക്കാന്ന് പറയണ. കാഞ്ചന പറഞ്ഞു, ഞാനോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കാഞ്ചനയും കുട്ടിക്കൊണ്ടങ്ങോട്ട് പോവാണ്. പിന്നീട് ഗീതവും ഗോവിന്ദും കൂടെ മുറിയിലേക്ക് വരിക. ഗോവിന്ദ് ഗീതന്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരുത്തുവാണ്. കാരണം ഗീതനെ അടുത്തൊന്നും വിടുന്ന പോലില്ല. കാരണം ഗോവിന്ദന് എന്തെന്നില്ല സന്തോഷം, ഇത്രയും കാലമായിട്ട് കാത്തിരുന്നൊരു സന്തോഷമല്ലേ. പിന്നീട് ഗീത പറഞ്ഞു, ഞാനിത് അമ്മേനൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറയാണ്. ഇത്ര സമയത്ത് ആരോടും ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദനോട് ആദ്യം പറഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊരു വിഷമം ഉണ്ടെന്ന് പറയാം. എന്ത്? ആദ്യം എനിക്ക് പറയണമെന്നായിരുന്നു ആഗ്രഹം, അത് നടന്നില്ലോ, അതൊന്നും സാരില്ല എന്ന് പറയാം. പിന്നീട് ഗീതന്റെ വയറ്റിലേക്ക് എന്നിട്ട് തലവെച്ച് ഒരു ഉമ്മയെ കൊടുക്കുകയാണ്. ഗീത പറഞ്ഞു, അതെ ഗോവിന്ദനെ പോലെ തന്നെ നല്ലൊരു ആൺകുട്ടി, എനിക്കത് മതി എന്ന് പറയാണ്. ഇത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു, അത് വേണ്ട, ഒരു പെൺകുട്ടിയാ മതി എന്ന് പറയാണ്. ഇതാണ് ഗീത പറഞ്ഞു, ഇനി പെണ്ണാണെങ്കിലും കുഴപ്പമില്ല, ആണാണെങ്കിലും കുഴപ്പമില്ല, നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നാൽ മതി എന്ന് പറയാണ്. പിന്നീട് ഗീതു വിലാസിനെ വിളിക്കുകയാണ്. വിലാസിനെ വിളിച്ച് സന്തോഷയുടെ കാര്യം പറയാണ്, താൻ ഗർഭിണിയാന്നുള്ള കാര്യം. ഇത് കേട്ടതും വിലാസിനിക്ക് എന്തെന്നില്ല സന്തോഷം. അതുപോലെ തന്നെ വിനോദിനും. വിലാസിന് പറഞ്ഞു, ഇപ്പൊ ഞാൻ അവിടെ വേണ്ടതായിരുന്നു മോളെ, എനിക്ക് മോളെ കാണാൻ തോന്നുമെന്ന് പറയാണ്. അതൊന്നും സാരമില്ല എന്ന് പറയാണ്. പിന്നീട് രഞ്ജുവിനെയും വിജയലക്ഷ്മിനെയും ഒക്കെ വിളിക്കുന്നുണ്ട്. വിജയലക്ഷ്മിക്കും വല്ലാത്ത സന്തോഷമായി. കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്, ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നാണ്. അങ്ങനെ ഗീതു പ്രഗ്നന്റ് ആയിരിക്കുന്നു. എത്രയോ നാളുകളായി തന്റെ ആഗ്രഹമായിരുന്നു അവർ കുഞ്ഞു പറക്കണം, അതിനെ കാണണം എന്നൊക്കെയുള്ള. ഈ ജന്മത്തിൽ അത് സാധിക്കുമെന്ന് പോലും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം സാധിച്ചിരിക്കുക എന്നുള്ള വിജയലക്ഷ്മിയുടെ മനസ്സിലും ചിന്തകളൊക്കെ ഉണ്ടാവണം. പക്ഷെ രാധികാമ്മ വരുണും കടുത്ത പ്രതിസന്ധിയിലായി. എങ്ങനെ ഇനി ഗീതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കണം, ആ കുഞ്ഞ് വളരുന്ന ആപത്താണ്. ഈ അറക്കൽ വീട്ടിലെ സ്വത്തുക്കൾ മൊത്തം അതിന്റെ പേരിലേക്കേ പോകത്തുള്ളൂ, അതൊരു കാരണവശാലും പാടില്ല. ആ കുഞ്ഞിനെ തീർക്കണം. എങ്ങനെയൊക്കെ ചില ചിന്തകളൊക്കെ വരുണിന്റെ മനസ്സിലും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.